ഈ സന്ധ്യാസമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യ തിരുനാമത്തിൽ വന്ദനം ചെയ്യുന്നു. 2021 ജനുവരിയിലാണ് ബഥാനിയ ഗോസ്പൽ മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച ബൈബിൾ ക്ലാസ് എന്ന ഒരു ബൈബിൾ ക്ലാസ് ആരംഭിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. അന്ന് ഞങ്ങൾ അബുദാബിയിലായിരുന്നു. ഏകദേശം 144 ബൈബിൾ ക്ലാസ്സുകളിലായിട്ട് വിശുദ്ധ വചനത്തിലെ അനേക വിഷയങ്ങൾ നമുക്ക് ഒരുമിച്ച് പഠിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ഞങ്ങൾ ബഥാനിയ ഗോസ്പൽ മിനിസ്ട്രിയുടെ പ്രവർത്തനം നാട്ടിലേക്ക് മാറ്റി കഴിഞ്ഞ വർഷം. അതിൻ്റെ കുറച്ച് തിരക്കുകളിൽ പെട്ട് ശനിയാഴ്ച ബൈബിൾ ക്ലാസ്സിന് ഒരു ഇടവേള വന്നു, ഒരു നീണ്ട ഇടവേള വന്നു. എന്നാൽ ഇന്ന് കർത്താവിൽ ആശ്രയിച്ച് ദൈവകൃപയാൽ അത് പുനരാരംഭിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. അതിനാൽ തന്നെ ഇന്നത്തെ ബൈബിൾ ക്ലാസ് 145 ബൈബിൾ ക്ലാസ് ആണ്. ഈ ബൈബിൾ ക്ലാസ്സിലേക്ക് പ്രിയമുള്ളവരെല്ലാം ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ബൈബിൾ ക്ലാസ് തുടങ്ങുന്നത് ഒരു പ്രത്യേക വിഷയം നമുക്ക് പഠിക്കുവാനാണ്. ഈ ബൈബിൾ ക്ലാസ്സിൻ്റെ ആരംഭം മുതൽ അനേകർ എന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് വെളിപ്പാട് പുസ്തകം വിശുദ്ധ വേദപുസ്തകം അടിസ്ഥാനമാക്കി ക്രമീകൃതമായി പഠിക്കണം എന്നുള്ളൊരാഗ്രഹം. ഞാൻ മറ്റ് വിഷയങ്ങൾ, അനേക വിഷയങ്ങൾ സംശയങ്ങളായി പ്രിയപ്പെട്ടവർ ചോദിച്ചിരുന്നത് കൊണ്ട് ആ വിഷയങ്ങളൊക്കെ തീർത്തതിന് ശേഷം വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനത്തിലേക്കും അത് പഠിപ്പിക്കുന്നതിലേക്കും പ്രവേശിക്കാമെന്ന് വിചാരിച്ച് ഇതുവരെയും അത് നീട്ടിക്കൊണ്ടു വന്നു. എന്നാൽ ഇന്ന് കർത്താവ് കൃപ ചെയ്ത് അത് ആരംഭിക്കുവാൻ ഇവിടെ കർത്താവ് അനുവദിച്ചിരിക്കുകയാണ്. അതിനാൽ തന്നെ ഈ ബൈബിൾ ക്ലാസ് പരമ്പരയുടെ വിഷയം വെളിപ്പാട് പുസ്തകത്തിൻ്റെ ക്രമീകൃത പഠനം എന്നുള്ളതാണ്. ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ബുക്ക് ഓഫ് റെവലേഷൻസ്. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ കാലയളവിലെ അന്ത്യകാലത്ത് ഏറ്റവും കൂടുതൽ പഠിക്കുന്നതും പഠിപ്പിക്കപ്പെടുന്നതും അതുപോലെ തന്നെ എഴുതപ്പെടുന്നതും. അനേക ബൈബിൾ വ്യാഖ്യാനങ്ങൾ കഴിഞ്ഞ ഏകദേശം 200 വർഷങ്ങളായിട്ട് വെളിപ്പാട് പുസ്തക വ്യാഖ്യാനങ്ങളായിട്ട് പുസ്തകങ്ങളായി വിവിധ ഭാഷകളിൽ ഉണ്ട്. നമുക്ക് മലയാളത്തിൽ തന്നെ അനേക പുസ്തകങ്ങളുണ്ട്. അതിൽ വളരെ മെച്ചമായ മികവുറ്റ പുസ്തകങ്ങളുണ്ട്. അപ്പോൾ തന്നെ അത്രയും നല്ലതാണെന്ന് നമുക്ക് തോന്നാത്ത പുസ്തകങ്ങളുണ്ട്. എന്നാൽ നമ്മൾ ഈ ബൈബിൾ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത് ബൈബിൾ വ്യാഖ്യാനമല്ല. വിശുദ്ധ വേദപുസ്തകത്തിലെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകം വ്യാഖ്യാനിക്കുക എന്നുള്ളതല്ല നമ്മളുടെ പ്രധാനമായ ഉദ്ദേശം. എന്താണ്? ക്രമമായിട്ട് ഇത് പഠിക്കുക. വെളിപ്പാട് പുസ്തകം ക്രമമായി പഠിക്കുക എന്ന് പറയുമ്പോൾ ഒരു പുസ്തകം എങ്ങനെയാണ് ക്രമമായിട്ട് പഠിക്കുന്നത്? നമ്മൾ ഇത് എന്തിനു പഠിക്കണം? വെളിപ്പാട് പുസ്തകം പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഉയർന്നു വരാം. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തയ്യാറാക്കിയ പഠന ഭാഗങ്ങളായിരിക്കും നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. കഴിഞ്ഞ 144 ബൈബിൾ ക്ലാസ്സുകളിൽ നമ്മൾ ഓരോ വിഷയവും കൈകാര്യം ചെയ്തത് വിശുദ്ധ വേദപുസ്തകം ആ വിഷയത്തെക്കുറിച്ച് എന്ത് പഠിപ്പിക്കുന്നു, എന്ത് പറയുന്നു എന്നുള്ള നിലവാരത്തിൽ നിന്നുകൊണ്ട് നമ്മളെ ക്ലാസ്സുകളെല്ലാം ചെയ്തത്. എല്ലാ വിഷയങ്ങളും എൻ്റെ ഭാഗത്ത് നിന്നൊന്നും ചേർക്കാതെ വിശുദ്ധ വേദപുസ്തകം ഒരാളൊരു സംശയം ചോദിക്കുമ്പോൾ ആ സംശയത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം എന്താണ് വെളിപ്പെടുത്തുന്നത്, ആ വെളിപ്പാടിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ആ വിഷയം മനസ്സിലാക്കാം എന്നുള്ള രീതിയിലായിരുന്നു ബഥാനിയ ഗോസ്പൽ മിനിസ്ട്രിയുടെ കഴിഞ്ഞ 144 ബൈബിൾ ക്ലാസ്സുകളും നടന്നത്. അതുകൊണ്ട് തന്നെ തുടർന്നും അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം നമ്മൾ ക്രമീകൃതമായി പഠിക്കുമ്പോൾ ഈ പഠനവും വിശുദ്ധ വേദപുസ്തകം എന്താണ് അതേക്കുറിച്ച് പറയുന്നത് എന്ന് വെച്ചാൽ ബാക്കി 65 പുസ്തകങ്ങൾ വെളിപ്പാട് പുസ്തകവുമായി ബന്ധപ്പെടുത്തി നമ്മൾ പഠിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കും, വേദപുസ്തകം എങ്ങനെയാണ് ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതായിരിക്കും നമ്മുടെ പ്രധാനമായ ഉദ്ദേശം. നമ്മൾ ഈ പ്രത്യേകമായ വിഷയത്തിൽ ബൈബിൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് 1-2 വേദഭാഗങ്ങൾ വായിക്കാം. ഞാൻ തന്നെ അത് വായിക്കാം. വിശുദ്ധ വേദപുസ്തകം കരങ്ങളിൽ ഉള്ളവർ അതെടുത്ത് എൻ്റെ കൂടെ നിങ്ങളും അത് വായിക്കുമല്ലോ. അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം.
ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. കാരണം എന്താണ്? സമയം അടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ വെളിപ്പാട് പുസ്തകം വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുക എന്നല്ല, പിന്നെന്താണ്? അത് വായിക്കുകയും വായിച്ച് കേൾപ്പിക്കുകയും മാത്രമല്ല, വായിച്ചാൽ മാത്രം പോരാ, വായിച്ച് കേൾപ്പിച്ചാൽ മാത്രം പോരാ, വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മൾ അനുസരിക്കണം. ഇത്രയും ചെയ്യുമ്പോഴാണ് ഈ വെളിപ്പാട് പുസ്തകം വിശുദ്ധ വേദപുസ്തകത്തിൽ ഉള്ളതുകൊണ്ട് ഉള്ള ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ വെളിപ്പാട് പുസ്തകം വായിക്കണം, അത് മറ്റുള്ളവരെ വായിച്ച് കേൾപ്പിക്കണം, അത് അനുസരിക്കണം. ഈ 3 കാര്യങ്ങൾ വളരെ ഹൃദ്യമായി നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. തുടർന്ന് കർത്താവ്, ഞാൻ ഈ വിഷയം ദൈവസന്നിധിയിൽ ലഭിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എനിക്ക് തന്ന ഒരു കുറിവാക്യ ഭാഗം കൂടെ വായിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് ഈ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് എനിക്ക് ദൈവാത്മാവ് എൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ച് തന്നത്. കുതിരപ്പുറത്ത് ഇരിക്കുന്നവനോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ച് വന്നുകൂടിയത് ഞാൻ കണ്ടു. മൃഗത്തെയും അതിന്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെ പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീ പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്ന് അവരുടെ മാംസം തിന്ന സകല പക്ഷികൾക്കും തൃപ്തി വന്നു. യഥാർത്ഥത്തിൽ തിന്മയുടെ അന്ത്യത്തെയാണ് ഈ ഭാഗം കാണിക്കുന്നത്. ഇതിന്റെ ഏറ്റവും അന്ത്യമായിട്ട് പിശാചിനെ 1000 ആണ്ട് കാലത്തേക്ക് പിടിച്ചു കെട്ടുകയും അതിനുശേഷം അവനെ അഴിച്ചുവിടുകയും അവസാനമായി അവനെയും ഈ ഗന്ധക തീപ്പൊയ്കയിൽ തള്ളുകയും ചെയ്യുന്നത് പിന്നാലെ നമ്മൾ പഠിക്കും. ഈ വേദഭാഗം വായിച്ചതിന് ശേഷം നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും തലകളെ വണങ്ങാം, കണ്ണുകളെ അടയ്ക്കാം. ദയവായിട്ട് ഈ ബൈബിൾ ക്ലാസ് ലീഡ് ചെയ്യുന്ന ഈ ഏഴയെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർക്കുമല്ലോ. കാരണം വളരെ മാർമികമായ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ്. അത് എൻ്റേതായ ആശയങ്ങൾ ഉൾപ്പെടുത്തി അത് പഠിപ്പിക്കാതെ കഴിവതും വേദപുസ്തകത്തിൽ എന്താണ് ആ ഭാഗങ്ങളെക്കുറിച്ചുള്ളത് എന്ന് പഠിച്ച് മനസ്സിലാക്കി നിങ്ങളെ പഠിപ്പിക്കുവാനുള്ള കൃപ എനിക്ക് ലഭിക്കുവാനായിട്ട് നിങ്ങൾ എന്നെയും വഹിച്ച് പ്രാർത്ഥിക്കണമേ. മഹാപരിശുദ്ധനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല നിമിഷങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തുതിച്ച് അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുന്ന കർത്താവെ, കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അവിടുന്ന് കൃപ ചെയ്തതിനാൽ ബഥാനിയ ഗോസ്പൽ മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് ഏകദേശം 144 ബൈബിൾ ക്ലാസ്സുകളിൽ ഈ സമൂഹ മാധ്യമത്തിൽ ഒരുമിച്ച് ചേർന്നിരുന്ന് ഞങ്ങൾക്ക് വിശുദ്ധ വേദപുസ്തകം പഠിക്കുവാൻ, അങ്ങയോട് കൂടുതൽ അടുക്കുവാൻ, അവിടുത്തോട് കൂടുതൽ പറ്റിച്ചേരുവാൻ ഞങ്ങളെ ഇടയാക്കിയതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നപ്പ. ഈ വിഷയത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിന്റെ ക്രമീകൃത പഠനം, സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ദി ബുക്ക് ഓഫ് റെവലേഷൻ എന്നുള്ള ഈ വിഷയത്തെ അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ബോധ്യത്തിൽ നിന്നൊന്നും പറയാതെ കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന മർമ്മങ്ങളെ ഗ്രഹിച്ച് വിശുദ്ധ വേദപുസ്തകം ആധാരമാക്കി അതിനെ പഠിക്കുവാനും പഠിപ്പിക്കുവാനും അടിയങ്ങളെ സഹായിക്കണമേ കർത്താവെ. ഈ ബൈബിൾ ക്ലാസ്സിൽ വന്നു ചേരുന്ന ഏവരെയും അവിടുത്തെ പൊന്നുകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ മേലെ അവിടുന്ന് ചൊരിഞ്ഞ എല്ലാ കൃപയ്ക്കായിട്ടും അനുഗ്രഹത്തിനായിട്ടും നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തുതിക്കുന്നു. സകലവും കർത്താവ് യേശു ക്രിസ്തുവിന്റെ പൊന്നുതിരുനാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാം. ഒന്നാമതായിട്ട് ഈ പുസ്തകത്തിൻ്റെ പേര്, നാമമാണ് വെളിപ്പാട് എന്നാണ് സത്യവേദ പുസ്തകത്തിലുള്ളത്. അപ്പോൾ തന്നെ മറ്റെല്ലാ മലയാള തർജ്ജമകളിലും വെളിപാട് എന്നാണ്. ചിലർ പറയും വെളിപ്പാടാണ് ശരി, വെളിപാട് തെറ്റാണ്. അങ്ങനെയല്ല, യഥാർത്ഥത്തിൽ വെളിപാട് എന്നുള്ള ആ പദമാണ് ശരിയായ പദം. എന്ന് വെച്ചാൽ മറ നീക്കി കാണിക്കുക, ദർശിപ്പിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ എന്തുകൊണ്ടാണ് സത്യവേദ പുസ്തകത്തിൽ വെളിപ്പാട് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്?
വെളിപാട് എന്ന പദത്തിനും വെളിപ്പാട് എന്ന പദത്തിനും ഒരേ അർത്ഥങ്ങളാണെങ്കിൽ തന്നെയും ഒരു ചെറിയ വ്യത്യാസമുണ്ട്. വെളിപ്പാട് എന്നുള്ള പദത്തിന് ഒരു പ്രത്യേക വിഷയത്തിൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന വെളിപാടാണത്. അങ്ങനെയാണ് മലയാള നിഘണ്ടുകൾ അതിൻ്റെ അർത്ഥം വ്യക്തമാക്കുന്നത്. ഒരു പ്രത്യേക വിഷയത്തിൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന വെളിപാടുകളാണ് വെളിപ്പാട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു പ്രത്യേകമായ വിഷയത്തിൽ എന്ന് വെച്ചാൽ അപ്പോകാലിപ്റ്റസ് അഥവാ അന്ത്യകാല സംഭവങ്ങൾ എന്നുള്ള വിഷയത്തിൽ വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തോലന് ആ ഒരു വ്യക്തിക്ക് ലഭിച്ചതായ ദർശനങ്ങൾ, വെളിപാടുകൾ ആണ് വെളിപ്പാട് പുസ്തകത്തിന്റെ ഉള്ളടക്കം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പുസ്തകത്തിന് മലയാളത്തിൽ ഏറ്റവും യോജിക്കുന്നതായ പേര് വെളിപ്പാട് പുസ്തകം എന്ന് തന്നെയാണ്. മറ്റെല്ലാം തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത്, ഇതാണ് കുറച്ചുകൂടെ ശരി. അതുകൊണ്ട് നമ്മളുടെ ഈ ബൈബിൾ ക്ലാസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വെളിപ്പാട് എന്നുള്ള ആ നാമം ആയിരിക്കും. ഇനിയും എന്താണ് ക്രമീകൃത പഠനം എന്ന് പറയുന്നത്? സിസ്റ്റമാറ്റിക് സ്റ്റഡി എന്ന് പറയുന്നത് നമ്മളൊരു പുസ്തകം വായിക്കുന്നു, അത് പഠിക്കുന്നു, അത് മനസ്സിലാക്കുന്നു, ഗ്രഹിക്കുന്നു, അതിൻ്റെ ഉള്ളിലെ വിഷയങ്ങൾ പഠിച്ചു പോകും. നമ്മൾ സ്കൂളിൽ കോളേജിലൊക്കെ പഠിച്ചതാണല്ലോ. പക്ഷെ എന്താണ് ക്രമീകൃത പഠനം? അതിനെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? യഥാർത്ഥത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമത്തിലും ലൈബ്രറിയിലും ഒക്കെ നോക്കുകയായിരുന്നു, ഇങ്ങനെ ഒരു വിഷയമുണ്ടോ യഥാർത്ഥത്തിൽ ക്രമീകൃത പഠനം എന്ന്. എനിക്ക് കാണുവാൻ സാധിച്ചത് ഒരേ ഒരു ലിങ്കാണ്, ഒരു വീഡിയോ സീരീസ് ആണ് ഒരു ദേവദാസൻ ഭംഗിയായിട്ട് ചെയ്തത്. അത് അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് ക്രമീകൃത പഠനം എന്നാണെങ്കിലും നേരിട്ട് അദ്ദേഹം വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്ന് ആ വിഷയം പഠിപ്പിക്കുകയായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ക്രമീകൃത പഠനം എന്ന് പറഞ്ഞാൽ അത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പുസ്തകത്തെക്കുറിച്ച് പഠിക്കുക. രണ്ട്, പുസ്തകത്തിൽ ഉള്ളത് പഠിക്കുക. സ്റ്റഡി അബൌട്ട് ദ ബുക്ക് ആൻഡ് സ്റ്റഡി വാട്ട് ഈസ് ഇൻസൈഡ് ദ ബുക്ക്. ഇതാണ് ക്രമീകൃത പഠനം എന്ന് പറയുന്നത്. നമ്മൾ ഒരു പുസ്തകം പഠിക്കുമ്പോൾ ആദ്യം അതിൻ്റെ സാഹചര്യങ്ങളും അതിൻ്റെ ചുറ്റുവട്ടവും ഒക്കെ മനസ്സിലാക്കിയിരിക്കണം, അതിൻ്റെ എഴുത്തുകാരനെ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ പ്രത്യേകമായ ചില കാര്യങ്ങളുണ്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്. അപ്പോൾ ആ വക കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ആ പുസ്തകത്തിൻ്റെ അകത്തേക്ക് കടന്ന് അതിലുള്ളത് പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് നേരത്തെ തന്നെ ഒരു അടിസ്ഥാനം നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഒരു നന്നായി ഇട്ട ഒരു അടിസ്ഥാനത്തിന് മേൽ നിന്നുകൊണ്ട് നമ്മൾ ആ പുസ്തകത്തിന്റെ വിഷയങ്ങൾ പഠിക്കുമ്പോൾ നമുക്കത് കൂടുതൽ ഗൗരവമായിട്ട് കാണുവാനും കൂടുതൽ മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും സാധിക്കും. കർത്താവ് നമ്മെ എല്ലാം അതിനായിട്ട് സഹായിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ക്രമീകൃത പഠനത്തിൽ ഒന്നാമതായിട്ട് പുസ്തകത്തെക്കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ പുസ്തകത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് പഠിക്കേണ്ടത്? ഒന്നാമതായിട്ട് പുസ്തകത്തിന്റെ എഴുത്തുകാരൻ ആരാണ് പുസ്തകം എഴുതിയത്? ഇതായിരിക്കും നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത്. രണ്ടാമത് എഴുതപ്പെട്ട കാലഘട്ടം, അത് എന്ന് എഴുതി. മൂന്ന്, അത് എഴുതുവാനുള്ള ഒരു പുസ്തകം എഴുതുവാനുള്ള കാരണങ്ങളും അതിൻ്റെ ഉദ്ദേശവും എന്താണ്? നാലാമതായിട്ട് വളരെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകവുമായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഏതൊക്കെ ഭാഷാ ശൈലികളാണ് ആ പുസ്തക രചനയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഭാഷാശൈലി എന്ന് പറയുമ്പോൾ ശൈലി മാറുന്നതിനനുസരിച്ച് പലപ്പോഴും അർത്ഥങ്ങൾ മാറും, അതിൻ്റെ ഉള്ളടക്കം മാറും. ഒരേ കാര്യം തന്നെ വിവിധ ഭാഷാ ശൈലികളിൽ പറയുമ്പോൾ അത് നമ്മൾ ഗ്രഹിക്കുന്ന രീതി മാറും, ഗ്രഹിക്കുന്നതിൻ്റെ ആ തലം മാറും, അതിൻ്റെ ലെവല് മാറും. അപ്പോൾ ഭാഷാശൈലി വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നീട് തുടർന്ന് നമ്മൾ പുസ്തകത്തിനുള്ളിലേക്ക് വരുമ്പോൾ ആ പുസ്തകത്തിൻ്റെ ഘടന എന്താണ്? അപ്പോൾ ഇത്രയും ആണ് പുസ്തകത്തെക്കുറിച്ചുള്ള പഠനം. ഇത്രയും പഠിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ഒരു നല്ല അടിസ്ഥാനം ആ പുസ്തകം പഠിക്കുന്നതിൽ ഉണ്ടാകുന്നത്. നമുക്ക് പടിപടിയായിട്ട് ഓരോന്നോരോന്നായിട്ട് മുൻപോട്ട് പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. ഒന്നാമതായിട്ട് വെളിപ്പാട് പുസ്തകത്തിൻ്റെ എഴുത്തുകാരനെ കുറിച്ച് നമുക്ക് പഠിക്കാം. നാമെല്ലാം പെട്ടെന്ന് പറയും യോഹന്നാൻ അപ്പോസ്തലനാണ് വെളിപ്പാട് പുസ്തകം എഴുതിയത്. നമുക്കതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ആ ചരിത്ര പശ്ചാത്തലം കൂടെ നമുക്ക് വളരെ ബ്രീഫായിട്ട് ചുരുക്കമായിട്ട് അറിഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകാം. ആദിമ സഭാ കാലഘട്ടത്തിൽ വിശുദ്ധ ബൈബിളിൻ്റെ കാനോൻ തയ്യാറാക്കി വന്ന അവസരത്തിൽ യഥാർത്ഥത്തിൽ വളരെ അധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു പുസ്തകമാണ്
വെളിപ്പാട് പുസ്തകം. ആദിമ സഭാപിതാക്കന്മാരിൽ നല്ലൊരു പങ്ക് വെളിപ്പാട് പുസ്തകം ബൈബിളിനോട് ചേർക്കുവാൻ പാടില്ല എന്നുള്ള ഒരു വാദത്തിലായിരുന്നു. കാരണം അതിൻ്റെ എഴുത്തിൻ്റെ ഘടനയും ആ ഭാഷാശൈലിയും എഴുത്തുകാരനെ കുറിച്ചുള്ള സംശയവും ഒക്കെ ആയിരുന്നതിന് കാരണം. ഇന്നും യഥാർത്ഥത്തിൽ ചില സഭാ സമൂഹങ്ങൾ അവരുടെ ആരാധനാക്രമങ്ങളിലൊന്നും വെളിപ്പാട് പുസ്തകം വായിക്കുകയോ അവരുടെ ബൈബിൾ ക്ലാസ്സുകളിൽ വെളിപ്പാട് പുസ്തകം ഉൾപ്പെടുത്തുകയോ ചെയ്യാറില്ല. അവരുടെ ബൈബിളിൽ അതുണ്ട്, കാരണം അവർ നിർബന്ധത്താൽ അവരുടെ ബൈബിളിൽ ചേർക്കേണ്ടി വന്നതാണ്. നമുക്ക് യഥാർത്ഥത്തിൽ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചേർച്ച് എന്ന് പറയുന്ന പൗരസ്ത്യ ഓർത്തഡോക്സ് സഭ നമുക്ക് നാട്ടിൽ ധാരാളമുണ്ട്. വിവിധ വിഭാഗങ്ങളിൽ അവരുണ്ട്. അവർ ഒന്നും യഥാർത്ഥത്തിൽ വെളിപ്പാട് പുസ്തകത്തെ ഒരു ആധികാരിക പുസ്തകമായിട്ട് ഇന്നും ശരിയായ വിധത്തിൽ അവർ അതിനെ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് വെളിപ്പാട് പുസ്തക പഠനങ്ങളും അതുപോലെ തന്നെ അവരുടെ ആരാധനാ ക്രമങ്ങളിൽ ഉൾപ്പെടുത്തുക ഒന്നും ചെയ്തിട്ടില്ല. വെളിപ്പാട് പുസ്തകം അവരുടെ ബൈബിളിൽ അതുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ അവരിൽ ചിലർ അത് വായിച്ചേക്കാം. അവരുടെ പരസ്യമായ ശുശ്രൂഷകളൊന്നും വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് അവർ വായിക്കാറില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഒരുപക്ഷെ ഇത് നിങ്ങൾക്കൊരു പുതിയ അറിവായിരിക്കാം. വേദപുസ്തകത്തിൽ തന്നെ ചില സഭകൾ അത് കാനോനായി അംഗീകരിക്കാത്ത ഒരു സമയമുണ്ടായിരുന്നു. ഏകദേശം AD 700-ലൊക്കെയാണ് വെളിപ്പാട് പുസ്തകത്തെ എല്ലാവരും അവരുടെ ബൈബിളിൽ ഉൾപ്പെടുത്തുവാൻ സമ്മതം അറിയിച്ചത്. ആദിമ പിതാവായിരുന്ന ഒറിജന്റെ ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു, അലക്സാണ്ട്രിയയിലെ ബിഷപ്പായ ഡയനേഷ്യസ്. അദ്ദേഹം ആണ് യഥാർത്ഥത്തിൽ വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു സംശയം ഉന്നയിച്ചത്. കാരണം ഇതിൻ്റെ എഴുത്തുകാരൻ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായ യോഹന്നാൻ ആയിരിക്കുവാൻ യാതൊരു തെളിവുമില്ല, അദ്ദേഹം ആയിരിക്കുവാൻ സാധ്യതയില്ല എന്നുള്ള ഒരു പ്രധാനമായ ആശയങ്ങൾ മുന്നോട്ട് വെച്ചു. അതിന് മുമ്പ് തന്നെ ഈ ഒരു ചർച്ച ഉണ്ടായിരുന്നു. വെളിപ്പാട് പുസ്തകം എഴുതിയ കാലഘട്ടം മുതലേ അത് ശിഷ്യന്മാരുടെ കയ്യിൽ അല്ലെങ്കിൽ അന്നത്തെ സഭാപിതാക്കന്മാരുടെ കയ്യിൽ അത് ലഭിച്ചപ്പോൾ മുതലേ ഈ ഒരു സംശയം ഉണ്ടായിരുന്നു. അനേകർ ഈ ഒരു ആശയത്തോടു കൂടെ ചേരുകയും അദ്ദേഹത്തോടൊപ്പം തന്നെ സഭാപിതാക്കന്മാരായ സിറിൽ, ജെറുസലേമിലെ സിറിൽ, അതുപോലെ തന്നെ ക്രിസോസ്റ്റം, പിന്നെ മോപ്ലുബെസ്റ്റിയയിലെ സിർസുവിലെ തിയോറസ്റ്റ് എന്നീ ആദിമ സഭാ കാല പിതാക്കന്മാരൊന്നും വെളിപ്പാട് പുസ്തകത്തെ ഒരു കാനൂനിക ഗ്രന്ഥമായിട്ട് അംഗീകരിച്ചിരുന്നില്ല. AD 360 ലവോദീക്കയിൽ നടന്ന കൗൺസിലിൽ യഥാർത്ഥത്തിൽ ഈ കാനൂനിക പട്ടികയിൽ ഈ വെളിപ്പാട് പുസ്തകം അവർ ചേർത്തില്ല. ഇതൊക്കെ ചരിത്ര കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതൊക്കെ നമുക്ക് ഒന്ന് അറിവിന് വേണ്ടി മാത്രമാണ്. ഇത് അറിഞ്ഞിരിക്കുക, എങ്ങനെയാണ് വെളിപ്പാട് പുസ്തകം, എത്ര പ്രയാസം അനുഭവിച്ചാണ് വെളിപ്പാട് പുസ്തകം ബൈബിളിൻ്റെ ഭാഗമായത് എന്ന് നാം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അത് പുസ്തകത്തെക്കുറിച്ചുള്ള പഠനത്തിന് ചേരുന്ന കാര്യമാണ്. അതേസമയം നമുക്കൊക്കെ വളരെ പരിചിതനായ അത്താനാസിയോസ് എന്ന ആ ആദിമ സഭാ പിതാവ് ഇത് അംഗീകരിച്ചു, വെളിപ്പാട് പുസ്തകത്തെ അംഗീകരിച്ചിരുന്നു. അത് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായ യോഹന്നാൻ തന്നെയാണ് എഴുതിയത് എന്ന് അദ്ദേഹം അംഗീകരിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് ചേർന്ന ചിലരുടെ ഇടപെടൽ മൂലം കാർത്തേജിൽ നടന്നതായ AD 397 മുതൽ 99 2 വർഷം കാർത്തേജിൽ നടന്നതായ കൗൺസിലിൽ ഇത് ഔദ്യോഗിക കാനൂനിക പട്ടികയിലേക്ക് ഉൾപ്പെടുത്തി എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. എന്നാൽ അപ്പോഴും പൗരസ്ത്യ ഓർത്തഡോക്സ് സഭ, ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച് അപ്പോഴും ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല എന്നുള്ളത് ദുഃഖകരമായ കാര്യം. അവർ അത് അംഗീകരിച്ച ഏകദേശം AD 680 കോൺസ്റ്റാന്റിനോപ്പിളിലെ 3-ാം കൗൺസിലാണ് അവർ ഇത് അംഗീകരിക്കുവാനും അവരുടെ വേദപുസ്തകത്തോട് വെളിപ്പാട് പുസ്തകം ചേർക്കുവാനും അവർ തയ്യാറായത്. അതുപോലെ തന്നെ നമുക്കറിയാം ഐത്യോപ്യൻ സഭകൾ ഇത് അംഗീകരിച്ച്, ഇന്നും ഐത്യോപ്യൻ സഭകൾ അത് കൂടുതലും പൗരസ്ത്യ ഓർത്തഡോക്സ് രീതി, അന്ത്യോക്യൻ റൈറ്റ് എന്ന് പറയാം, അന്ത്യോക്യൻ ആരാധനാ രീതിയിൽ ആരാധന നടത്തുന്ന സഭകളാണ്. അവർ ഒന്നും ഈ വെളിപ്പാട് പുസ്തകം ഇന്നും യഥാർത്ഥത്തിൽ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു കാര്യമാണ്. എത്ര മനോഹരമായ ഒരു പുസ്തകമാണ്. എത്ര യേശു കർത്താവ് നേരിട്ട് തൻ്റെ അരുമശിഷ്യനായ യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്തുള്ള സംഭവിക്കുവാനുള്ള കാര്യങ്ങളാണ് ഈ പുസ്തകം നിറയുള്ളത്. അപ്പോൾ ഓർത്തു നോക്കുക, ഇത് അംഗീകരിക്കാത്ത സഭകൾ എത്രമാത്രം അവരുടെ ലിറ്റർജിയിലും അവരുടെ ദൈവശാസ്ത്രത്തിലും എത്രമാത്രം കുറവ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനിയും
വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് അറിയാമായിരിക്കും പെഷീത്ത ബൈബിൾ എന്ന് പറഞ്ഞാൽ, അത് സുറിയാനിയിൽ അരമായ ഭാഷയിൽ എഴുതപ്പെട്ട അല്ലെങ്കിൽ തർജ്ജമ ചെയ്യപ്പെട്ട ബൈബിളാണ് പെഷീത്ത ബൈബിൾ. പെഷീത്ത ബൈബിളിൽ ഏകദേശം AD 616 വരെ ഈ വെളിപ്പാട് പുസ്തകം ചേർത്തിരുന്നില്ല എന്നുള്ളത്. ആദ്യകാല പതിപ്പുകളിലൊന്നും, പെഷീത്ത ബൈബിളിന്റെ ആദ്യകാല തർജ്ജമ പതിപ്പുകളിലൊന്നും കയ്യെഴുത്ത് പ്രതികളിൽ ഈ വെളിപ്പാട് പുസ്തകം ചേർത്തിരുന്നില്ല. AD 616 കഴിഞ്ഞ് അതിനുശേഷം ഉള്ള കയ്യെഴുത്ത് പ്രതികളിലാണ്, പെഷീത്ത കയ്യെഴുത്ത് പ്രതികളിലാണ് വെളിപ്പാട് പുസ്തകം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഓർത്തു നോക്കുക, വെളിപ്പാട് പുസ്തകത്തിൽ എത്രമാത്രം എതിർപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനിയും നമുക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഈ എതിർപ്പുണ്ടായത്. ഈ ഭാഷാ ശൈലി നോക്കുമ്പോൾ അത് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ സുവിശേഷവും യോഹന്നാൻ അപ്പോസ്തലനാൽ എഴുതപ്പെട്ട 3 ലേഖനങ്ങളിലെയും ഭാഷ ഈ ഭാഷയുമായി വളരെ വ്യത്യാസമാണ്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, യോഹന്നാൻ എന്ന് മാത്രം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് അന്നത്തെ കാലത്ത് ആദിമസഭയിൽ ഏഷ്യ മൈനറിൽ ജീവിച്ചിരുന്ന യോഹന്നാൻ എന്ന പേരുള്ള ഒരു സഭാ മൂപ്പനാണ് ഇത് എഴുതിയത്. ജോൺ ഓഫ് പത്മോസ് എന്ന് അദ്ദേഹത്തെ അറിയപ്പെടുന്നു. അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു എന്ന ഒരു വാദം മുന്നോട്ട് വന്നു. അതുകൊണ്ട് തന്നെ ഇത് എഴുതിയത് യേശുക്രിസ്തുവിന്റെ ശിഷ്യൻ അല്ല എന്നുള്ള വാദം മുറുകുകയും അങ്ങനെ വെളിപ്പാട് പുസ്തകം വേദപുസ്തക കാനോണിൽ ചേർക്കുവാൻ സാധിക്കില്ല എന്നും ആദിമ കാലത്ത് ചിലർ വാദിച്ചതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ഇത് ചേർക്കാതെ പോയത്. ഇനി നമുക്ക് അറിയേണ്ടത് വിശുദ്ധ വേദപുസ്തകം ഇതേക്കുറിച്ച് എന്ത് പറയുന്നു. നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധ വേദപുസ്തകം ആരാണ് വെളിപ്പാട് പുസ്തകത്തിന്റെ എഴുത്തുകാരനെന്ന് വെളിപ്പെടുത്തുന്നത് നമുക്ക് അത് കാണാൻ സാധിക്കുന്നത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം, നിങ്ങളുടെ വേദപുസ്തകം തുറക്കുക, 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യേശു ഈ വെളിപ്പാട് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. ഓസ് ഡ്യൂലോസ് എന്ന ഗ്രീക്കിൽ കിടക്കുന്ന തൻ്റെ സേവകനായ, തൻ്റെ സെർവൻ്റായ, തൻ്റെ ദാസനായ യൂഹാനോൻ എന്നാണ് മൂലകൃതി, ഗ്രീക്ക് മൂലകൃതിയിൽ കിടക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ദാസനായ യോഹന്നാന് യേശു കർത്താവ് ഇത് നൽകി എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ തന്നെ 22-ാം അധ്യായം, അപ്പോൾ 1-ാം അധ്യായം ആദ്യത്തെ അധ്യായത്തിൽ അതുണ്ട്, അവസാനത്തെ അധ്യായത്തിൽ 22-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാനായ ഞാൻ തന്നെ, താൻ ആ പുസ്തകം എഴുതി തീർക്കുന്നതിന് മുൻപ് സ്വയം സാക്ഷ്യപ്പെടുത്തുകയാണ്, ഞാൻ നേരിട്ട് കണ്ടതാണ്, എന്നിട്ടാണ് ഞാനത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ 2 പാസേജ് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും അത് യേശു കർത്താവിന്റെ ശിഷ്യനായ യോഹന്നാൻ തന്നെയാണെന്ന്. ഞാൻ ഇതേക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വരുമ്പോൾ അതിന്റെ അവസാന അധ്യായത്തിൽ കാണുന്ന അവസാന വാക്യങ്ങളിൽ ഒരു സൂചന, ഇത് കൃത്യം അതാണെന്ന് ഞാൻ പറയുകയല്ല, ഒരു സൂചന നമ്മൾക്ക് അതിൽ നിന്ന് അടർത്തിയെടുക്കുവാൻ സാധിക്കും. അത് എപ്രകാരമാണ്? യോഹന്നാൻ 21-20 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, പത്രോസ് തിരിഞ്ഞ് യേശു സ്നേഹിച്ച ശിഷ്യൻ, ഇതറിയാമല്ലോ, യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ട് അത്താഴത്തിൽ, എന്നിട്ട് പറയുകയാണ് അത് ആരാണെന്ന്, അത്താഴത്തിൽ അവന്റെ നെഞ്ചോട് ചാഞ്ഞുകൊണ്ട് കർത്താവ് ഇതിനെ കാണിച്ചു കൊടുക്കുന്ന ആരെന്ന് ചോദിച്ചു, ഇവൻ തന്നെ, അത് യോഹന്നാൻ അപ്പോസ്തലൻ തന്നെയാ അവിടെ ഉറപ്പിക്കുകയാണ്. അവനെ പത്രോസ് കണ്ട്, കർത്താവെ ഇവന് എന്ത് ഭവിക്കുമെന്ന് യേശുവിനോട് ചോദിച്ചു. അപ്പോൾ യേശു കർത്താവ് വളരെ ലാളിത്യത്തോടെ പറയുകയാണ്, ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്കിഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്ത്, നീ എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. ഇവിടെ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും ഇവിടെ യേശു പറയുന്നത് യേശു കർത്താവിന്റെ 2ാമത്തെ വരവാണെന്ന്. ഈ 2000 വർഷം യോഹന്നാൻ ജീവിച്ചിരിക്കുമോ? അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ യേശു കർത്താവ് ഈ നിമിഷം വരെയും വന്നിട്ടില്ല എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. ഇന്ന് യോഹന്നാൻ അപ്പോസ്തലൻ ജീവിച്ചിരിക്കുന്നില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും തൻ്റെ ഈ വെളിപ്പാടിനോട് ഒരു സൂചന കർത്താവ് കൊടുക്കുകയായിരുന്നു എന്ന് എൻ്റെ ഉള്ളിൽ എനിക്കൊരു തോന്നലുണ്ടായി. ഇതെൻ്റെ തോന്നൽ മാത്രം എന്ന് വെച്ചാൽ ഞാൻ
അങ്ങനെയാണെന്ന് പറയുകയല്ല, ഒരു സൂചന, നമ്മൾക്ക് ഏകദേശം ഒരു ആശയം കിട്ടുവാനായിട്ട്. കാരണം കർത്താവ് പറഞ്ഞു, ഞാൻ വരുവോളം അവൻ ഇരിക്കണമെന്ന് എനിക്കിഷ്ടം. യഥാർത്ഥത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ മരിക്കുന്നത് ഈ വെളിപ്പാട് മുഴുവൻ കണ്ട് ഉയർത്തെഴുന്നേറ്റ് തേജസ്കരിക്കപ്പെട്ട യേശുവിനെ കാണുകയാണ്. തേജസ്കരിക്കപ്പെട്ട യേശുവിനെ ആദ്യം കാണുന്നത് പൗലോസാണ് കേട്ടോ. പൗലോസിനാണ് യേശു കർത്താവ് തേജസ്കരിക്കപ്പെട്ട യേശുവായിട്ട് വെളിപ്പെടുന്നത്. പൗലോസ് ശൗൽ കുതിരപ്പുറത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഇവിടെ അതിനേക്കാൾ വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ കണ്ടത് ഒരു വലിയ വലിയ വെളിച്ചമാണ്. എന്ന് വെച്ചാൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തുന്ന വെളിച്ചമാണ്. എന്നാൽ ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ ദർശനത്തിൽ തേജസ്കരിക്കപ്പെട്ട യേശുവിനെ വ്യക്തിയായി തന്നെ നേരിട്ട് കാണുകയാണ്. ദർശനത്തിലാണ് കേട്ടോ, ദർശനത്തിൽ ഓർത്തണം പ്രത്യേകം. കണ്ണു തുറന്ന നഗ്നനേത്രങ്ങൾ കൊണ്ടല്ല, താൻ ആത്മവിവശതയിലായിട്ട് ദർശനത്തിലാണ് തേജസ്കരിക്കപ്പെട്ട യേശുവിനെ വ്യക്തമായി കാണുന്നത്. അതേ രൂപത്തിലായിരിക്കും യേശു കർത്താവ് തൻ്റെ കാഹളത്തോടെ വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുമ്പോൾ നമ്മളെ ചേർക്കുമ്പോൾ നമ്മൾ കർത്താവിനെ കാണുന്നത് അതേ തേജസ്കരിക്കപ്പെട്ട രൂപത്തിലായിരിക്കുമെന്ന് ഓർത്തുകൊള്ളുക പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ തൻ്റെ തേജസ്കരിക്കപ്പെട്ട രൂപത്തെ തന്നെ തേജസ്കരിക്കപ്പെട്ട തന്നെ യോഹന്നാൻ അപ്പോസ്തലന്റെ മുൻപാകെ ദർശിപ്പിക്കും, കാണിച്ചു കൊടുക്കും. അതുവരെ അവൻ മരിക്കയില്ല എന്ന ഒരു സൂചന നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ 100% നമുക്ക് ഉറപ്പിക്കാം, വെളിപ്പാട് പുസ്തകം എഴുതിയത് യേശു കർത്താവിനെ മാറോട് ചേർന്നിരുന്ന അന്ത്യത്താഴ സമയത്ത് ആ യോഹന്നാൻ തന്നെയാണ് വെളിപ്പാട് പുസ്തകം എഴുതിയത്. നമുക്ക് അതിൽ ഒരു ലേശം സംശയം പോലും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകും. അപ്പോൾ മനസ്സിലായല്ലോ വെളിപ്പാട് പുസ്തകത്തിന്റെ എഴുത്തുകാരൻ ആരാണെന്ന് മനസ്സിലായല്ലോ. ഇത് എഴുതപ്പെട്ടത് AD 95 ഈ പുസ്തകം എഴുതപ്പെട്ടത്. അങ്ങനെയാണ് ചരിത്രകാരന്മാർ അവരുടെ പഠനത്തിൽ തെളിഞ്ഞത്. AD 95 വെളിപ്പാട് പുസ്തകം എഴുതപ്പെട്ടത്. ഇനിയും അടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്തിനു വേണ്ടി എഴുതി, ഇതിന്റെ കാരണം എന്താണ്, എന്തുദ്ദേശത്തോടു കൂടിയാണ് വെളിപ്പാട് പുസ്തകം എഴുതിയത്. വെളിപ്പാട് പുസ്തകം നമുക്ക് പഠിക്കുമ്പോൾ അതിൻ്റെ 1 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ ക്രമമായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, ആദ്യകാല സഭാകാലഘട്ടത്തിൽ സഭ അതികഠിനമായ പീഡനങ്ങളിലൂടെ കടന്നുപോയി. അപ്പോൾ ആ കൊടിയ പീഡനങ്ങളിലൂടെ കടന്നുപോയ സഭയെ ആത്മീയമായി വിശ്വാസത്തിലും പ്രത്യാശയിലും ഒന്ന് ബലപ്പെടുത്തുവാനും ഒന്ന് ഉറപ്പിക്കുവാനും എഴുതപ്പെട്ട പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അപ്പോൾ തന്നെ യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവിന് വേണ്ടി സഭകളെ, വിശ്വാസികളെ എല്ലാം ഉറപ്പിക്കുക, അവരെ തയ്യാർ ചെയ്ത് നിർത്തുക എന്നുള്ള ഒരു ഉദ്ദേശം വെളിപ്പാട് പുസ്തകത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വെളിപ്പാട് പുസ്തകം നിറയെ അന്ത്യ ന്യായവിധികളും അന്ത്യകാലത്ത് നടക്കാനുള്ള സംഭവങ്ങളും യേശുവിന്റെ വരവെങ്കിൽ ആരെങ്കിലും കൈവിടപ്പെട്ടു പോയാൽ എന്തൊക്കെ കൊടിയ പീഡനങ്ങൾ സഹിക്കേണ്ടി വരും എന്നൊക്കെയുള്ള ഉള്ളടക്കമാണ് ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് തന്നെ വെളിപ്പാട് പുസ്തകം നമ്മളത് പഠിക്കുമ്പോൾ, അത് വായിച്ച് കേൾപ്പിക്കുമ്പോൾ, ഇത് വായിക്കുന്നവന്റെയും കേൾക്കുന്നവന്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടാകണം. ഞാൻ എന്നെ തന്നെ ക്രമപ്പെടുത്തി അനുനിമിഷം മാനസാന്തരപ്പെട്ട് എന്നെ തന്നെ ക്രമപ്പെടുത്തി ദൈവവുമായുള്ള ബന്ധം ഒട്ടും വിച്ഛേദിക്കാതെ ക്രിസ്തുവിൽ തന്നെ എനിക്ക് ജീവിച്ചിരിക്കണം. ക്രിസ്തുവിൽ അവന്റെ വരവ് താമസിച്ചാൽ ക്രിസ്തുവിൽ തന്നെ മരിക്കണം. അവന്റെ വരവ് നേരത്തെ ആയാൽ എനിക്ക് രൂപാന്തരപ്പെട്ട് എടുക്കപ്പെടണം എന്നുള്ള ആ ചിന്ത ആഴത്തിൽ നമ്മുടെ ഉള്ളിൽ ഉടലെടുക്കുവാനായിട്ട് വെളിപ്പാട് പുസ്തകം നമ്മെ സഹായിക്കും. ഇതാണ് വെളിപ്പാട് പുസ്തകത്തിന്റെ പ്രധാനമായ ഉദ്ദേശം. അപ്പോൾ തന്നെ നമ്മുടെ ശത്രുവായ സാത്താന്റെ അന്ത്യം, അവൻ എന്താണ് സംഭവിക്കുവാൻ പോകുന്നത്, അതുപോലെ തന്നെ സുവിശേഷത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നവര്, സുവിശേഷകന്മാരെ പീഡിപ്പിക്കുന്നവര്, ദൈവമക്കളെ പീഡിപ്പിക്കുന്നവർ, അവർക്കൊക്കെ എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് മുന്നമേ എഴുതി വെച്ചതുകൊണ്ട് നമ്മൾ അത് വായിച്ച് നമ്മൾ കൂടുതൽ ബലപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ആ അന്ത്യന്യായവിധിയിലേക്ക് അനേകർ ചേർക്കപ്പെടാതിരിക്കുവാനായിട്ട് അവരോട് സുവിശേഷം അറിയിച്ച് അവരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാനുള്ള ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കുവാനും വെളിപ്പാട് പുസ്തകം നമ്മെ സഹായിക്കും. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട അന്ത്യകാല പഠനമാണ് വെളിപ്പാട് പുസ്തകം എന്ന്
പ്രിയമുള്ളവർ മനസ്സിലാക്കി. ഇന്നേ വരെ വെളിപ്പാട് പുസ്തകം പഠിക്കാത്തവരാണെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ വെളിപ്പാട് പുസ്തകം തുറക്കുക, 1-ാം അധ്യായം മുതൽ വായിച്ച് അത് പഠിക്കുക. അത് വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ പറഞ്ഞേക്കാം, അതിനകത്ത് ഒന്നും മനസ്സിലാകുന്നില്ല, നമ്മൾ അതിനുവേണ്ടിയാണ് ബൈബിൾ ക്ലാസ് ചെയ്യുന്നത്. നിങ്ങളത് പഠിക്കുക, എന്നിട്ട് ബൈബിൾ ക്ലാസ് കേൾക്കുക. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഈ കാര്യങ്ങളെ ഞാനും നിങ്ങളെപ്പോലെ തന്നെയാണ്. ഞാൻ വേറെ പുസ്തകങ്ങളൊന്നും വായിച്ച് പഠിച്ചിട്ടല്ല വെളിപ്പാട് പുസ്തകം വായിച്ചത്. വെളിപ്പാട് പുസ്തകം നേരിട്ട് വായിച്ച് അതിലടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെ ഗ്രഹിച്ച് അതെന്താണെന്ന് ധ്യാനിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ മറ്റിടങ്ങളിൽ അതേക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഗ്രഹിച്ച് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനും നിങ്ങളും ഒരേ തലത്തിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കി നമുക്ക് ഒരുമിച്ച് ഈ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം. അതുപോലെ തന്നെ പുസ്തകത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എൻ്റെ ഭാഷാ ശൈലി. നമുക്കറിയാം, സുവിശേഷങ്ങൾ 4 സുവിശേഷങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത് ചരിത്ര ഭാഷാ ശൈലിയിൽ. എങ്ങനെയാണ് ചരിത്രം എഴുതുന്നത് അതുപോലെയാണ് യേശു കർത്താവിൻ്റെ ചരിത്രമാണത് എഴുതിയിരിക്കുന്നത്. 3.5 വർഷം യേശു കർത്താവ് 33.5 വർഷം യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം വളരെ വ്യക്തമായി എഴുതിയിരിക്കുക. അപ്പോൾ അതിന് വേറെ ഭാഷാശൈലിയൊന്നും ആവശ്യമില്ല. പിന്നെ യേശു കർത്താവ് ഉപമകളിലൂടെ സംസാരിച്ച്, ഉപമകളിലൂടെ അലിഗോറിക്കലി യേശു കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അങ്ങനെ ഒന്ന് രണ്ട് ഭാഷാശൈലികൾ മാത്രമാണ് സുവിശേഷങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ ലേഖനങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ വളരെ വ്യത്യസ്തമാണ്. വെളിപ്പാട് പുസ്തകവും ഏകദേശം ദാനിയേലിന്റെ പുസ്തകവും എഹെസ്കേൽ പുസ്തകവും അതുപോലെ തന്നെ സെഖറിയ പ്രവാചകന്റെ പുസ്തകമൊക്കെ ഈ വിവിധ ഭാഷാശൈലികൾ ചേർത്ത് എഴുതപ്പെട്ട പുസ്തകങ്ങളാകിയാൽ ഈ പുസ്തകങ്ങളൊക്കെ പഠിക്കുന്നതിന് മുൻപ് നമ്മൾ ഭാഷാശൈലികളെ കുറിച്ച് പഠിക്കണം. ഭാഷയല്ല, ഭാഷാശൈലി എന്ന് വെച്ചാൽ ലിംഗ്വിസ്റ്റിക് സ്റ്റൈൽ എന്നതിന് പറയും. സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ് അല്ലെങ്കിൽ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് എന്ന് പറയും. അപ്പോൾ ആ ഭാഷാശൈലി പഠിക്കാതെ ആണ് ഞാൻ കണ്ടിട്ടുള്ള പല വ്യാഖ്യാന പുസ്തകങ്ങളും എഴുതപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, യഥാർത്ഥ ഭാഷാശൈലി പഠിക്കാതെ പോയതുകൊണ്ട് തങ്ങൾക്ക് ബോധിച്ചതൊക്കെ അവർ പുസ്തകത്തിൽ എഴുതി വെച്ചു. അപ്പോൾ നമ്മൾ ഈ വെളിപ്പാട് പുസ്തകം പഠിക്കുവാൻ ഭയങ്കര ആകാംക്ഷയുള്ളവരായതുകൊണ്ട് നമ്മൾ കിട്ടുന്ന പുസ്തകങ്ങളെല്ലാം വാങ്ങി നമ്മുടെ ലൈബ്രറി നിറച്ച് നമ്മളതെല്ലാം പഠിക്കാൻ ശ്രമിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ മനസ്സിലാകുക, എല്ലാ പുസ്തകങ്ങളും അങ്ങനെ ആയിരിക്കേയില്ല. പലതും ഓരോരുത്തരുടെ ചിന്തയും ആലോചനയും മാത്രമായിരിക്കും അതിനകത്തുള്ള. അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. സ്തോത്രം. അപ്പോൾ ഭാഷാശൈലിയെക്കുറിച്ച് പഠിച്ചാൽ ഈ വെളിപ്പാട് പുസ്തകത്തിൽ ഏകദേശം കുറഞ്ഞത് ഏകദേശം 6 തരത്തിലുള്ള ഭാഷാശൈലികൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോ ശൈലിയും നമ്മൾ പ്രത്യേകമായി പഠിച്ച് മുന്നോട്ട് പോയെങ്കിൽ നമ്മൾ മുന്നോട്ട് പോയി ഇത് വായിക്കുമ്പോൾ വളരെ ലളിതമായിട്ട് നമുക്കത് പഠിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഒന്നാമതായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ശൈലിയാണ് എപ്പിസ്റ്റോളറി സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ്. അതിൻ്റെ യഥാർത്ഥ മലയാള അർത്ഥം കുറച്ച് കട്ടിയുള്ള പദങ്ങളൊക്കെ. അതിൻ്റെ മലയാള അർത്ഥം ശരിക്ക് കത്തെഴുത്ത് രീതി. ഒരു കത്ത് ഏത് രീതിയിലാണ് എഴുതുന്നത് ആ ഭാഷാശൈലി ആണ് എപ്പിസ്റ്റോളറി സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം 7 സഭകൾക്കുള്ള ദൂത് അത് കത്തുകളായിട്ട് എഴുതുന്നത്, ഒരു എഴുത്തെഴുതുന്ന പോലെയാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതൊരു ഭാഷാശൈലിയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഞാൻ ഈ ഭാഷാശൈലി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അടുത്തത് വളരെ പ്രധാനപ്പെട്ട, നമുക്കറിയാം വെളിപ്പാട് പുസ്തകം ഒരു പ്രവചന പുസ്തകമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രവചന ഭാഷ, എ പ്രോഫറ്റിക് ലാംഗ്വേജ്, എ പ്രോഫറ്റിക് സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ് അതിൽ ഉണ്ട്. ഉടനീളം ആദ്യം മുതൽ അവസാനം വരെ ഒരു പ്രവചന ഭാഷ, പ്രാവചനിക ഭാഷാ ശൈലി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രവചന ഭാഷ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് നേരിട്ട് ഗ്രഹിക്കുവാൻ കഴിയാത്ത ഭാഷാശൈലി. ഉദാഹരണത്തിന് ഞാൻ പലപ്പോഴും പറയാറുള്ളതാ, പ്രവാചകൻ ഈജിപ്ഷ്യൻ ഫറവോയെ വിളിച്ചിരിക്കുന്ന മഹാനക്രം. ആരാണ് മഹാനക്രം? ശരിക്കും മുതലയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഫറവോയെ പ്രവാചകൻ മുതലേ അല്ലെ ചീങ്കണ്ണിയെ അല്ലെ മഹാനക്രമേ എന്ന് വിളിക്കുന്നത്? യഥാർത്ഥത്തിൽ അദ്ദേഹം മഹാനക്രമാണോ? അപ്പോൾ പ്രവചന ഭാഷ നമ്മൾ അതിൻ്റെ ആ ലിറ്ററൽ മീനിങ്ങിൽ, അതിൻ്റെ സാഹിത്യ അർത്ഥത്തിൽ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകുകയില്ല. ആ പ്രവാചകൻ എന്താണ് ഉദ്ദേശിച്ചത് അത് നമ്മൾ ഗ്രഹിക്കുമ്പോഴാണ് ആ പ്രവചന ഭാഷയെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇവിടെ മഹാനക്രമ എന്ന് വിളിക്കുമ്പോൾ
ഈജിപ്തിലെ ഫറവോയുടെ സ്വഭാവമാണ് അവിടെ വ്യക്തമാകുന്നത്. ഒരു മഹാനക്രത്തിന്റെ സ്വഭാവം എന്താണ്? ആ സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഒരു ഭരണാധികാരി എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ഇതാണ് പ്രോഫറ്റിക് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അടുത്ത ഒരു ഭാഷാശൈലിയാണ് ആലങ്കാരിക ഭാഷാശൈലി അഥവാ ഫിഗുറേറ്റീവ് സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ്. ധാരാളമായ അലങ്കാരങ്ങൾ ഈ പുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ അടയാളം, ധാരാളം സൈൻസ്, ഇതിനെ സൈൻ ലാംഗ്വേജ് എന്ന് പറയും. അടയാള ഭാഷാശൈലി ധാരാളമായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ അടയാള ഭാഷാശൈലി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് വെളിപ്പാട് പുസ്തക രചനയിലാണ്. അതുകൊണ്ട് നമ്മളത് പഠിച്ചേ പറ്റൂ. ഒരു അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു, അത് ഒരടയാളം നമ്മൾ വായിച്ചത് മനസ്സിലാക്കാൻ പ്രയാസം വരുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ വേറെ എവിടെയെങ്കിലും ഈ അടയാളം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. തുടർന്ന് ഉള്ളൊരു ഭാഷയാണ് ചിഹ്ന ഭാഷ അഥവാ സിംബോളിക് ലാംഗ്വേജ്. സിംബൽസ് ഉപയോഗിച്ചിട്ട്, ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു സംഭവത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ, ഒരു സംവിധാനത്തെ കാണിക്കുന്ന ഭാഷാശൈലിയാണ് സിംബോളിക് ലാംഗ്വേജ് അഥവാ ചിഹ്ന ഭാഷ എന്ന് പറയുന്നത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഈ പുസ്തകത്തിൻ്റെ അന്തസത്ത തന്നെ എന്താണ്? ദാർശനിക ഭാഷ. ദർശനം കാണുകയാണ്. അപ്പോൾ ഒരു ദർശകൻ ദർശനം കാണുമ്പോൾ ആ ദർശനത്തിനെ അദ്ദേഹം വിവരിക്കുന്നത്, കാണുന്നത് അതുപോലെ വിവരിക്കുക. അപ്പൊ അദ്ദേഹം അത് അതുപോലെ എഴുതി വെക്കുക. ആ കാണുന്ന കാര്യം അതുപോലെ എഴുതി വെക്കുകയാണ്. പിന്നീട് നമ്മൾ അത് വ്യാഖ്യാനിച്ചെങ്കിൽ മാത്രമേ അതിന് പിന്നിലുള്ള അർത്ഥമെന്ത്, ആശയമെന്ത് എന്ന് ഗ്രഹിക്കുവാൻ സാധിക്കും. അപ്പോൾ ദാർശനിക ഭാഷ അല്ലെങ്കിൽ എപ്പിഫനിക് ലാംഗ്വേജ് എന്ന് പറയും. എപ്പിഫനി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വെളിപ്പെടുക, ഒരു കാര്യം പെട്ടെന്ന് നമ്മളുടെ ചിന്താമണ്ഡലത്തിൽ വരിക, നമ്മളത് നേരിട്ട് കാണുക, ദർശനമായി കാണുക എന്നൊക്കെയാണ്. അപ്പൊ എപ്പിഫനിക് ലാംഗ്വേജ് എന്നൊരു ലാംഗ്വേജ് ഇതിൽ വളരെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് തന്നെ, ഈ ലാംഗ്വേജ് തന്നെയാണ് എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ വളരെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ദാനിയേൽ പ്രവാചകൻ ദർശനം കാണുന്ന പ്രവാചകനായിരുന്നു, ദർശകനായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഷ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു ദർശകന്റെ ഭാഷ നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഈ 6 തരത്തിലുള്ള ശൈലിയിലുള്ള ഭാഷകളെക്കുറിച്ച് കുറച്ച് ചെറുതായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വെളിപ്പാട് പുസ്തകം അനായാസമായി പഠിക്കുവാനും ഗ്രഹിക്കുവാനും സാധിക്കൂ. പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുക. ഞാൻ തരുന്നത് ഇതിന്റെ മുഖവുര മാത്രമാണ് കേട്ടോ. നമ്മളിന്ന് നേരെ വെളിപ്പാട് പുസ്തകത്തിലേക്ക് പ്രവേശിക്കുകയല്ല ചെയ്യുന്നത്. ഒരുപക്ഷെ അടുത്ത ക്ലാസ്സിലും കർത്താവിന് വരവ് താമസിച്ചാൽ അടുത്ത ശനിയാഴ്ചയും കുറച്ച് മുഖവുര കൂടെ പറഞ്ഞ് തീർത്തിട്ട് വേണം നമ്മൾക്ക് സാവധാനത്തിൽ വെളിപ്പാട് പുസ്തകത്തിന്റെ പഠനത്തിലേക്ക് പ്രവേശിക്കുവാൻ. അല്ലെങ്കിൽ നമുക്ക് ഒന്നും മനസ്സിലാവുകയില്ല. നമ്മൾ കുറേ ചിഹ്നങ്ങളും കുറേ അലങ്കാരങ്ങളും കുറേ എന്താ പറയുന്ന അടയാളങ്ങളും കണ്ട് കുറേ ദർശനങ്ങൾ വായിച്ച് മുൻപോട്ട് പോവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പലരും ഇത് പഠിക്കാത്തത്, ഈ ഭാഷാശൈലി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലർക്കും അത് പഠിക്കുവാൻ, അല്ലെങ്കിൽ പലരും ഭയപ്പെടുന്നത്, വെളിപ്പാട് പുസ്തകത്തെ പലരും ഭയപ്പെടുന്നത് അതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഈ ഭാഷാശൈലി കർത്താവ് അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരിക്കും. ഈ ഓരോ ഭാഷാശൈലിയും അതെന്താണ്, വേദപുസ്തകത്തിലെ ഉദാഹരണങ്ങൾ സഹിതം നമ്മൾ ഈ ഭാഷാശൈലി പഠിച്ചിരിക്കും. അത് പഠിച്ചിട്ടേ നമ്മൾ വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയുള്ളൂ. പിന്നെ അവസാനമായി നമ്മൾ പഠിച്ചിരിക്കേണ്ടത് പുസ്തകത്തിന്റെ ഘടനയാണ്. ഒരു പുസ്തകം നമ്മൾ പഠിക്കുന്നതിന്, അതിലെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ ഏത് ഘടനയിലാണ് അത് എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കത് നേരത്തെ ഒരു തയ്യാറെടുപ്പാണ്, ഒരു പുസ്തകം പഠിക്കുന്നതിനുള്ള തയ്യാറെടുപ്പാണ്. നമ്മൾ ഉണ്ടല്ലോ, അവതാരിക എന്ന് പറയും, ചില പുസ്തകങ്ങൾക്ക് അവതാരിക എഴുതും ചിലർ. അപ്പോൾ തന്നെ അതിൻ്റെ വിഷയസൂചികയുണ്ട്. ഇതൊക്കെ ആ പുസ്തകത്തിൻ്റെ ഘടനയെ കാണിക്കുന്നതാണ്. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൻ്റെ വിഷയസൂചിക എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് 1-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള ആമുഖമാണ്, ഒരു ഇൻട്രഡക്ഷനാണ്. വെളിപ്പാട് പുസ്തകം എഴുതുന്നതിന് മുൻപായിട്ട് അതേക്കുറിച്ച് ഒരു ഇൻട്രഡക്ഷൻ തരികയാണ് എഴുത്തുകാരൻ. എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് എഴുതാൻ പോകുന്നത് എന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കി തരികയാണ്. അതാണ് ആമുഖം എന്ന് പറയുന്നത്. തുടർന്ന് 7 വിവിധങ്ങളായ 7കൾ ഉൾപ്പെടുന്ന കുറേ ഭാഗങ്ങളുണ്ട്. അപ്പോൾ വെളിപ്പാട് പുസ്തകം 7കളുടെ പുസ്തകം എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. സംഖ്യയ്ക്ക് വളരെ പ്രാധാന്യം. ഞാൻ പറഞ്ഞല്ലോ, ഈ മുകളിൽ ഭാഷാശൈലി പറഞ്ഞപ്പോൾ അതിൽ സിംബോളിക് ലാംഗ്വേജ്, ചിഹ്ന ഭാഷ എന്ന് പറയുന്നത് ചിഹ്ന ഭാഷയിൽ ഉൾപ്പെട്ടതാണ് ഈ സംഖ്യാശാസ്ത്രവും സംഖ്യാഭാഷയും.
അതിൽ ഉൾപ്പെട്ടതാണ്. അപ്പോൾ അതും കൂടെ നമ്മൾ കുറച്ച് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകുവാനായിട്ട്. അപ്പോൾ 7 എന്ന് പറയുന്നത് ഹെബ്രായ ഗ്രീക്ക് രീതികളിലൊക്കെ ഒരു പൂർണ്ണതയുടെ, 7 എന്ന് പറഞ്ഞാൽ പൂർണ്ണതയാണ്, 7. അതുപോലെ തന്നെ 3-7 അല്ലെ 7-7 എന്ന് പറഞ്ഞാൽ പരിപൂർണതയാണ് 7-7 എന്ന് പറയുന്നത്. അപ്പോൾ 7കളുടെ ഒരു വലിയ ഒരു ശ്രേണി നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഏകദേശം പറയാം. ഇതിൽ 7 സഭകൾക്കുള്ള കത്തുകളുണ്ട്. അപ്പോൾ തന്നെ 7 മുദ്രകളുണ്ട്. 7 കോപ കരശങ്ങൾ നമുക്ക് കാണും. പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം 7 കോപ കരശങ്ങൾ. പിന്നീട് വരുന്ന ഭാഗമാണ് ബാബിലോണിന്റെ പതനം വരുന്നുണ്ട്, അന്തിമ ന്യായവിധി വരുന്നുണ്ട്, പുതിയ സൃഷ്ടി എന്നുള്ള ഒരു ഭാഗം വരുന്നുണ്ട്. അങ്ങനെ ഇതിന്റെ അവസാനമായിട്ട് അതിൻ്റെ ഉപസംഹാരമാണ് 22-ാം അധ്യായം അവസാനം വെളിപ്പാട് പുസ്തകത്തിന്റെ ഉപസംഹാരം. അപ്പോൾ നമ്മൾ മനസ്സിലായാലും ആമുഖം 1-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെ. അത് കഴിഞ്ഞ 7 സഭകൾക്കുള്ള എഴുത്തുകളാണ്. പിന്നെ 7 കാഹളങ്ങളുണ്ട്, 7 കോപകലശങ്ങളുണ്ട്, പിന്നെ യൂണിവേഴ്സൽ എന്ന് വെച്ചാൽ മഹാപീഡനമുണ്ട്, പീഡന കാലഘട്ടങ്ങളിലെ കാര്യങ്ങളുണ്ട്, ദൈവ കോപം ചൊരിയുന്നതുണ്ട്. അങ്ങനെ ധാരാളമായ രീതികളിലാണ്, പല പല വിധങ്ങളിലാണ് ഈ പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഘടന ഏകദേശം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മുൻപോട്ട് വരുമ്പോൾ നമുക്കത് കൂടുതൽ അടുത്ത് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. ഇനിയും ഓരോ ഭാഗം നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഈ ആമുഖം എടുക്കുകയാണെങ്കിൽ, അത് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട്, യേശുക്രിസ്തുവിന് പിതാവായ ദൈവം കൊടുത്തതായ വെളിപ്പാട്, അത് തൻ്റെ ദൂതൻ മുഖാന്തരമായിട്ട് യോഹന്നാൻ അപ്പോസ്തോലനെ ദർശിപ്പിക്കുന്ന കാര്യമാണ്. താൻ പത്മോസ് ദ്വീപിലായിരുന്നു, കർത്തൃ ദിവസത്തിൽ ആത്മവിവേചതയിലായി ദർശനങ്ങളെ കാണുവാൻ തുടങ്ങി. അപ്പോൾ മാത്രമല്ല ആമുഖത്തിൽ തന്നെ നമ്മൾ ആദ്യം വായിച്ചതായ വേദഭാഗം എന്താണ്, ഇത് വായിച്ച് കേൾപ്പിക്കുന്നവരും ഇത് അനുസരിക്കുന്നവർക്കുമുള്ള അനുഗ്രഹം അതുകൂടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുസ്തകത്തിന്റെ ഉദ്ദേശം അവിടെ തന്നെ പരിചയപ്പെടുത്തുകയാണ്. ഇനിയും അത് കഴിഞ്ഞാൽ പിന്നെ സഭകൾക്കുള്ള ദൂതുകളാണ്. അത് 1-ാം അധ്യായം 9-ാം വാക്യം മുതൽ 3-ാം അധ്യായം 22-ാം വാക്യം വരെ 7 സഭകൾക്കുള്ള, ഏഷ്യ മൈനറിലെ 7 പ്രത്യേക സഭകൾക്കുള്ള ദൂതുകളാണ്. യഥാർത്ഥത്തിൽ നമ്മൾ പലർക്കും അറിയുന്നത് പോലെ 7 സഭകൾ 7 കാലഘട്ടങ്ങളാണെന്നുള്ള ഒരു പഠനം കൂടെ ഉണ്ട്. അത് നമ്മൾ ഈ ഉള്ളടക്കം പഠിക്കുമ്പോൾ നമുക്ക് അതേക്കുറിച്ച് കൂടുതൽ ഗ്രഹിക്കുവാൻ ശ്രമിക്കാം. പിന്നീട് 4-ാം അധ്യായം 1 മുതൽ 8-ാം അധ്യായം 1 വരെ 7 മുദ്രകളെക്കുറിച്ച് പറയുന്നുണ്ട്. 7 മുദ്രകളെക്കുറിച്ച്, ആ മുദ്രകൾ ഓരോന്നും പൊട്ടിക്കുന്നതും അപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളും പറയുന്നുണ്ട്. അത് 3-ാമത്തെ ഒരു ഘടനയാണ്. പിന്നീട് വരുന്നത് 7 കാഹളങ്ങളാണ്. അത് 8-ാം അധ്യായം 2-ാം വാക്യം മുതൽ 11-ാം അധ്യായം 19-ാം വാക്യം വരെ 7 കാഹളങ്ങൾ, ദൂതന്മാർ ഊതുന്ന 7 കാഹളങ്ങളുടെ മുഴക്കമാണ്. അപ്പോൾ ഭൂമിയിൽ ഈ ഓരോ കാഹളം ഊതുമ്പോഴും ഭൂമിയിൽ നടക്കുന്ന ന്യായവിധികളും ഒക്കെ നമുക്ക് ആ ഭാഗങ്ങളിൽ കാണുവാൻ സാധിക്കും. പിന്നെ 12-1 മുതൽ നടക്കുന്നത് യൂണിവേഴ്സൽ സംഭവങ്ങളാണ്, എന്ന് വെച്ചാൽ പ്രാപഞ്ചിക സംഗതികളാണ്. അതിൽ നമുക്കറിയാം 12-ാം അധ്യായം കാണുന്നത് തന്നെ ആകാശത്തിൽ ഒരു അടയാളം കാണായി. ആ 12-ാം അധ്യായം മുഴുവൻ അടയാള ഭാഷയിൽ എഴുതപ്പെട്ടിരിക്കുന്നത്, ചിഹ്നങ്ങളാണ് അവിടെ ഉള്ളത്, സൈൻ ലാംഗ്വേജ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 12-ാം അധ്യായം മുതൽ 14-ാം അധ്യായം 20 വാക്യം വരെ ഒരു പ്രപഞ്ചത്തിൽ നടക്കുന്നതായ ഒരു യുദ്ധത്തെ കാണിക്കുന്ന കാര്യമാണ്. പ്രാപഞ്ചിക യുദ്ധങ്ങളെന്ന ആ ഒരു ഘടന ഭാഗത്തെ നമ്മൾ പറയുന്നത്. പിന്നെ 15-1 മുതൽ 16-ാം അധ്യായം 21 വരെ ക്രോധത്തിന്റെ 7 കലശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ക്രോധകലശവും ഭൂമിയിലേക്ക് ഒഴിക്കുന്നത്, അതിൻ്റെ ഫലമായിട്ട് വിനാശകരമായ ധാരാളം ബാധകളും യുദ്ധങ്ങളും ഒക്കെ ഭൂമിയിൽ ഉണ്ടാകുന്നത്, സംഘർഷം ഭയങ്കര രൂക്ഷമായി തീരുന്നത്, ജീവിതം അസഹനീയമായി തീരുന്നതൊക്കെ നമുക്ക് ഈ 15-1 മുതൽ 16-ാം അധ്യായത്തിന് 21 വരെയുള്ള ആ ഭാഗത്ത് ക്രോധത്തിൻ്റെ 7 കലശങ്ങൾ എന്നുള്ള ഭാഗത്ത് നമുക്ക് പഠിക്കുവാൻ സാധിക്കും. മുന്നോട്ട് വരുമ്പോൾ പിന്നെ ബാബിലോണിൻ്റെ പതനമാണ്. അത് 17-ാം അധ്യായം 1 മുതൽ 19-ാം അധ്യായം 10-ാം വാക്യം വരെ ബാബിലോണിനെ കുറിച്ചുള്ള കാര്യങ്ങളും അതിൻ്റെ പതനവുമാണ്. ബാബിലോൺ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഈ
പൈശാചികത ഭൂമിയിൽ കുടികൊള്ളുന്ന അതിൻ്റെ ഒരു ആകെ തുകയാണ് ബാബിലോൺ എന്ന ആ പദം കൊണ്ട് അല്ലെ ആ സ്ഥലപ്പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ പതനമാണ് ആ ബാബിലോണിന്റെ പതനമെന്ന് ഉദ്ദേശിക്കുക. അല്ല ബാബിലോൺ എന്ന് പറഞ്ഞ ഒരു സ്ഥലം വീണു പോകുന്നതല്ല യഥാർത്ഥത്തിൽ. അത് നമുക്കത് മുന്നോട്ട് പഠിക്കാം. പിന്നെ 8-ാം ഭാഗത്തേക്ക് വരുന്നത് അന്തിമ ന്യായവിധിയും പുതിയ സൃഷ്ടിയുമാണ്. അത് 19-ാം അധ്യായം 11-ാം വാക്യം മുതൽ 22-5 വരെ നമ്മൾ കാണുന്നത് അന്തിമ ന്യായവിധിയും പുതു സൃഷ്ടിയുമാണ്. പുതുവാന ഭൂമികളൊക്കെ ആ ഭാഗത്താണ് ഉള്ളത്. അത് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് പഠിക്കാം. പിന്നീട് 22-ാം അധ്യായം, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അവസാന അധ്യായം 22-ാം അധ്യായം 6 മുതൽ എൻ്റെ അവസാന 21-ാം വാക്യം വരെ ശരിക്കും പറഞ്ഞാൽ ഉപസംഹാരമാണ്. അത് പ്രവചനമാണ് അതിൽ ഉള്ളത്. അപ്പോൾ തന്നെ മുന്നറിയിപ്പുകളുണ്ട്, അന്തിമകാലത്തെ മുന്നറിയിപ്പുകൾ, വാഗ്ദാനമുണ്ട്, ആശീർവാദമുണ്ട്. ഇതെല്ലാം ചേർന്നതാണ് ആ ഉപസംഹാരം എന്ന് പറയുന്നത്. അപ്പോൾ പ്രിയമുള്ളവർക്ക് മനസ്സിലായല്ലോ, നമ്മളിപ്പോൾ ഇത്രയും സമയം പഠിക്കുവാൻ ശ്രമിച്ചെന്താണ് വെളിപ്പാട് പുസ്തകം. എന്തുകൊണ്ടാണ് വെളിപ്പാട് എന്ന് പറയുന്നത്, എന്തുകൊണ്ട് വെളിപ്പാടെന്ന് പറയുന്നില്ല, സത്യവേദ പുസ്തകത്തിൽ എന്തുകൊണ്ടാണ് വെളിപ്പാട് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി. തുടർന്ന് നമ്മൾ ക്രമീകൃത പഠനം എന്ന് വെച്ചാൽ എന്താണ് എന്ന് മനസ്സിലാക്കി. ക്രമീകൃത പഠനം എന്ന് പറയുന്ന ഒരു പുസ്തകത്തെക്കുറിച്ച് ആദ്യം പഠിക്കുക, അതിനുശേഷം പുസ്തകത്തിന്റെ ഉള്ളടക്കം പഠിക്കുക. ഇതാണ് ക്രമീകൃത പഠനം എന്ന് പറയുന്നത്. അപ്പോൾ പുസ്തകത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ പഠിക്കണം? നമ്മൾ എഴുത്തുകാരനെ കുറിച്ച് പഠിക്കണം. അത് എഴുതിയതിൻ്റെ കാരണവും ഉദ്ദേശവും, ഏത് കാലഘട്ടത്തിൽ എഴുതി, എന്തിന് പുസ്തകം എഴുതി, അതിൻ്റെ ഉദ്ദേശം എന്താണ്, അപ്പോൾ തന്നെ ഏതൊക്കെ ഭാഷാ ശൈലികളാണ് പുസ്തകരചനയിൽ ഉപയോഗിച്ചിരിക്കുന്നത്, തുടർന്ന് പുസ്തകത്തിൻ്റെ ഏകദേശ ഘടന എന്താണ്, ഇത്രയും നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ പുസ്തകത്തെക്കുറിച്ചുള്ള ഏകദേശമായ ഒരു അറിവ് നമുക്ക് ലഭിക്കുകയാണ്. നമ്മൾ പഠിക്കുവാൻ പോകുന്ന പുസ്തകം ഇതാണ്, ഇതിനു വേണ്ടിയാണ് എഴുതപ്പെട്ടത്, ഇത് പഠിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ ഇതൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും സാധിക്കും. അങ്ങനെ ചിട്ടയായി ക്രമമായിട്ട് വെളിപ്പാട് പുസ്തകം പഠിക്കുവാൻ കർത്താവ് നമ്മെ വരും ദിവസങ്ങളിൽ സഹായിക്കട്ടെ. നിങ്ങൾ ഈ വീഡിയോ നിങ്ങളെല്ലാവുന്ന വിധത്തിൽ ഷെയർ ചെയ്യുക, അനേകരിൽ ഇത് എത്തിക്കുവാനായിട്ട്. അപ്പോൾ തന്നെ നിങ്ങൾ വെളിപ്പാട് പുസ്തകം ഇന്ന് തന്നെ വീണ്ടും പഠിക്കുവാൻ ആരംഭിക്കുക, വായിക്കുവാൻ ആരംഭിക്കുക. മാത്രമല്ല, നിങ്ങൾ എന്നോട് സംശയങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് ലഭിക്കുന്നതായ അറിവുകൾ പങ്കുവയ്ക്കുക. എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് എൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട്, പലയിടത്തും ഉണ്ട്. നിങ്ങൾക്ക് എന്നെ വാട്സാപ്പിൽ കാര്യങ്ങൾ അറിയിക്കാം. പിന്നെ ഇതേക്കുറിച്ച് പ്രത്യേകമായ എന്തെങ്കിലും വിഷയങ്ങൾ നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാം. അങ്ങനെ നമുക്ക് അന്യോന്യം സംവദിച്ചുകൊണ്ട്, അന്യോന്യം നമ്മൾ ആശയവിനിമയം ചെയ്തുകൊണ്ട് വെളിപ്പാട് പുസ്തകം മുന്നോട്ട് പഠിക്കാൻ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്കിത് പഠിക്കുവാൻ ഇടയാകട്ടെ. തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക. എന്നെയും ബഥാനിയ ഗോസ്പൽ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളെയും ഹൃദയം നുറുങ്ങിയവരെ ശുശ്രൂഷിക്കുന്ന, ഹൃദയത്തിൽ മുറിവേറ്റവരെ ശുശ്രൂഷിക്കുന്ന ഒരു പ്രവർത്തനമാണ് ബഥാനിയ ഗോസ്പൽ മിനിസ്ട്രി. 2018 ഫെബ്രുവരി മാസത്തിൽ ആരംഭം കുറിച്ച, കർത്താവ് വ്യക്തമായിട്ട് പേര് പറഞ്ഞു തന്ന, ഉദ്ദേശം പറഞ്ഞു തന്ന ആരംഭം കുറിച്ച ഒരു പ്രവർത്തനമാണ് ബഥാനിയ ഗോസ്പൽ മിനിസ്ട്രി. ഇതിലൂടെ പ്രധാനമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ബൈബിൾ ക്ലാസ്സുകൾ. ശനിയാഴ്ച വൈകുന്നേരത്തിലുള്ള ബൈബിൾ ക്ലാസ്സുകൾ പ്രിയമുള്ളവർ ഓർത്തിരിക്കുമല്ലോ. കർത്താവ് വരവ് താമസിച്ചാൽ അടുത്ത ശനിയാഴ്ച നമുക്ക് വീണ്ടും കാണാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മാറാനാഥ.